ചേച്ചി, ഇതൊന്നും ശരിയല്ല നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ന് മാമൻ പറഞ്ഞ്. അതിനെ അമ്മ ഒരു മറുപടി പറഞ്ഞ്, ആടാ, ഞാൻ ചെയ്യുന്നതൊന്നും ശരിയല്ല, എല്ലാം തെറ്റാ. ഇപ്പോൾ നിങ്ങളെ കാഴ്ചയ്ക്ക് ഞാൻ ഒരു തെറ്റുകാരിയല്ലേ? പിന്നെ അങ്ങനെയല്ലേ കാണുള്ളൂ. ഞാൻ എന്ത് ചെയ്താലും തെറ്റല്ലേ? നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അങ്ങനെ തീരുമാനിച്ച് വെച്ചിരിക്കുകയല്ലേ? പിന്നെ അങ്ങനെ ഒരു നോട്ടത്തിൽ എന്നെ നോക്കുമ്പോൾ ഞാനെങ്ങനെയാ നല്ലൊരാളായിട്ട് നിങ്ങളെ കണ്ണിൽ കാണുക? അല്ല, തെറ്റുകാരിയായിട്ടല്ലേ നിങ്ങളെ നോക്കുന്നത്. പിന്നെ അങ്ങനെയല്ലേ കാണുക എന്ന് അമ്മ പറഞ്ഞ്. അതിന് മാമൻ പറഞ്ഞ്, എന്താ ചേച്ചി നിങ്ങളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് ചേച്ചീനെ? പക്ഷേ ഈ പാവം കുഞ്ഞിനോടല്ലേ നിങ്ങൾ ഈ ദേഷ്യം കാട്ടുന്നത്? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു പോയത്. അല്ലാണ്ട് ചേച്ചി ഞാൻ പറഞ്ഞതിലൊന്നും തെറ്റിദ്ധരിക്കരുത് എന്ന് മാമൻ പറഞ്ഞ്. അതിനമ്മ ഒരു മറുപടി പറഞ്ഞ്, തെറ്റിദ്ധരിക്കാൻ എന്തെന്നാടായിരിക്കുന്നത് ഇതിൽ? തെറ്റിദ്ധരിക്കാൻ എന്തെന്നായിരിക്കുന്നത്? തെറ്റുകാരിയായിട്ടല്ലേ കാണുന്നത്. പിന്നെന്താ ഇതുപോലെ ഒരു വർത്താനം? അതൊന്നും വേണ്ട, സാരമില്ല, ഞാൻ പോവാ. ആരും വേണ്ട എനിക്ക്. നിങ്ങൾക്ക് എന്നെ വേണ്ടാലോ, നിങ്ങളെന്നെ ഒഴിവാക്കിയതല്ലേ. അതങ്ങനെ തന്നെ നിൽക്കട്ടെ, ഒഴിവാക്കിക്കോ. ഇനി യാതൊരു ബുദ്ധിമുട്ടിനും നിങ്ങളടുത്ത് ഞാൻ വരില്ല, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. കല്യാണം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്, എന്നെ ക്ഷണിച്ചുകൊണ്ട്. എന്തിനാ എന്നെ ക്ഷണിച്ചത്? ഇങ്ങനെ ദേഷ്യമുള്ള നിങ്ങൾ എന്നെ ക്ഷണിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ലല്ലോ. നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്. വിളിച്ചിവിടെ വരുത്തി വെച്ചിട്ട് എന്നെ അപമാനിക്കുകയല്ലേ നിങ്ങൾ? ശരി, നിങ്ങളെയൊന്നും ഞാൻ ഇങ്ങനെയല്ലേ കണക്കാക്കിയത്. നിങ്ങളൊക്കെ എൻ്റെ ചോരയല്ലേ. എന്നെ പ്രസവിച്ച അമ്മയും എൻ്റെ കൂടെ പിറന്ന ആങ്ങളെയും വലിയമ്മയും ചെറിയമ്മയും എല്ലാവരും മറ്റവൻ്റെ കൂടെ എന്ന് അമ്മ പറഞ്ഞു. അതിന് മാമനൊരു മറുപടി പറഞ്ഞു, മറ്റവനാന്ന് പറയുന്നത് ആരാ ഏച്ചി? ഇതാരെ കൊണ്ടാണ് നിങ്ങൾ പറയുന്നത്? എന്നെ കൊണ്ടാണോ? അല്ല ഏട്ടനെ കൊണ്ടാണോ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല ചേച്ചി. നമ്മളൊരു കുടുംബമല്ലേ, നിങ്ങളെ കല്യാണം കഴിച്ചതല്ലേ. എന്നിട്ട് അവരെങ്ങനെയാണ് മറ്റവരാവുന്നത്? കുട്ടീൻ്റെ അച്ഛനല്ലേ. നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? വായി തോന്നിയതൊന്നും ഇങ്ങനെ വിളിച്ച് പറയാൻ പാടില്ല ദേഷ്യത്തിനനുസരിച്ച്. പിന്നീടത് നമുക്ക് എടുക്കാൻ പറ്റൂല. വായിന്ന് ഒരു വാക്ക് വീണ് കഴിഞ്ഞാൽ അത് രണ്ടാമത് നമ്മൾ എന്ത് ചെയ്താലും അത് തിരിച്ചു കിട്ടില്ല. അത് ചേച്ചി മനസ്സിലാക്കണം എന്ന് മാമൻ പറഞ്ഞു. ആടാ, നീയെല്ലാം വലിയ ആളായിപ്പോയില്ലേ എനക്ക് ഉപദേശിക്കാൻ? വലിയൊരു ഉപദേശി വന്നിരിക്കുന്നു. എന്നെ പഠിപ്പിക്കടാ നീ സംസാരിക്കാൻ. ഇങ്ങനെ സംസാരിക്കണം, അങ്ങനെ പോകണം, ഇങ്ങനെ വരണമെന്ന് നീ എന്നെയാണോ പഠിപ്പിക്കുന്നത്? എനക്കറിയാം, നീ നിൻ്റെ പണി എന്തോ അത് ചെയ്താൽ മതി എന്ന് മാമനോട് അമ്മ പറഞ്ഞു. അതല്ല ചേച്ചി, ചേച്ചി എന്നെ പറഞ്ഞോ? ചേച്ചിനതിന് എല്ലാ അധികാരമുണ്ട്. ചേച്ചി എന്നെ പറയുമോ, അടിക്കോ, തല്ലുവോ, കൊല്ലോ, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അതിന് അവകാശമില്ലേ ചേച്ചിക്ക്? എല്ലാം ഉണ്ട്. അതല്ല പറയുന്നത്. ഏട്ടനെ പറയാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവർ ഇനിയൊരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നതാ, നിങ്ങളെ കല്യാണം കഴിച്ചതാ. നമ്മളങ്ങോട്ട് എന്തെന്നാ ചെയ്യേണ്ടത്? അവരെ ബഹുമാനിക്കുക വേണ്ടത്, അല്ലാണ്ട് ഇങ്ങനെ അപമാനിക്കല്ലേ വേണ്ടത്. ചേച്ചി അതെന്താ മനസ്സിലാക്കാത്തത് എന്ന് പറഞ്ഞ്. എടാ, എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് നിങ്ങളൊക്കെ കൂടി എനിക്ക് മനസ്സിലാക്കി തരാൻ വന്നതാണോ എന്ന് അമ്മ അങ്ങോട്ട് പറഞ്ഞ്. അതിന് വലിയ അമ്മമ്മ ഒരു മറുപടി പറഞ്ഞ്. എന്ത് പറഞ്ഞ്? എടാ മോനെ, നീ ഓളെടുത്ത് സംസാരിക്കല്ലടാ. ഓളിപ്പോൾ എന്തെന്നാ പറയുക,
മൂർത്തിയും കടന്ന് നിൽക്കുകയല്ലേ ഓളെ ദേഷ്യം. ഓൾ ഇത്രയും വലിയ ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ഓളെ ചവിട്ടിൽ അത് കടക്കൂല. പിന്നെ വെറുതെ എന്തിനാ ഈ വായിലെ വെള്ളം വറ്റിക്കുന്നത്? ഓളെടുത്ത് സംസാരിക്കുന്നത് നിർത്തിക്കളാ. എന്നാൽ ഒരു പ്രശ്നവുമില്ല, ഓള് എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വല്യമ്മമ്മ പറഞ്ഞ്. അതിന് അമ്മ ഒരു മറുപടി പറഞ്ഞ്. എന്ത് പറഞ്ഞ്? ഓ, ഇപ്പം അങ്ങനെ ആയിപ്പോയില്ലേ അമ്മേ, നിങ്ങൾക്കും എന്നെ വേണ്ടാണ്ടായിപ്പോയി. നിങ്ങൾക്കാണല്ലോ ഞാൻ ചെറുപ്പത്തിലിരിക്കുമ്പോഴേ നിങ്ങൾക്കാണല്ലോ എന്നെ വലിയ ഇഷ്ടമാണല്ലോ, വലിയ കാര്യമാണല്ലോ. ഇപ്പം നിങ്ങൾക്കും ഞാൻ വേണ്ടാണ്ടായാ? സാരമില്ല, ചെയ്തോളി. ആർക്കെല്ലാം എന്തെല്ലാം ചെയ്യാൻ പറ്റും എല്ലാം ചെയ്തോ എന്ന് അമ്മ പറഞ്ഞ്. അതിന് അമ്മമ്മ പറഞ്ഞ്, എടി മോളെ, നിന്നെ ആരെന്ത് ചെയ്തെന്നാ നീ ഈ പറഞ്ഞു വരുന്നത്? ആരെന്നെ എന്തെന്നാ ചെയ്തത് ഇവിടെ? നിന്നെ ചെറിയ കുട്ടിയിലും വലിയ കാര്യമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അത് ഇന്നും അതുപോലെ തന്നെ എൻ്റെ മനസ്സിലുണ്ട്. ഇന്നും നിന്നെ വലിയ കാര്യമാണ്, വലിയ ഇഷ്ടമാണ്. പക്ഷേ നിനക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതിന് ഞാൻ എന്ത് ചെയ്യണം? നിന്നെ ഞാൻ വെറുത്തുന്നല്ലേ നീ പറയുന്നത്? നിന്നെ ഞാൻ എന്തിനാ വെറുക്കാൻ പോകുന്നത്? നിന്നെ ഞാൻ വെറുത്തതല്ല. നീ കുടുംബജീവിതം ഇങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകണം. ഇങ്ങനെ കച്ചറയൊന്നും ഉണ്ടാക്കാൻ പാടില്ല. എല്ലാവരും എങ്ങനെയാണ് ജീവിക്കുന്നത്? നിന്നെ പോലെയാണ് അടി ഉണ്ടാക്കുന്നത്? നീ ചെറിയ കൊച്ചിൻ്റെ വീട്ടിൽ എങ്ങനെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന 24 മണിക്കൂറും? എല്ലാ സമയം നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നാൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കൊരു മടുപ്പ് വരൂലടി. അത് നീ മനസ്സിലാക്കണ്ടേ എന്ന് വല്യമ്മമ്മ പറഞ്ഞു. ഓ, അപ്പോൾ എല്ലാവരും കൂടി എനിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നത് അല്ലേ? ഇതുണ്ടോ ഞാൻ അറിയുന്നു? ഞാൻ വെറും വിഡ്ഢിയല്ലേ? നിങ്ങളെ മുന്നിൽ കിടന്നിട്ട് ഞാനിങ്ങനെ ചിലക്കുന്നതെല്ലാം നിങ്ങൾ എന്നെ ഒരു പട്ടിയായിട്ടില്ല നിങ്ങൾ എന്നെ കാണുന്നത്. അത് ഇപ്പോഴല്ല എനിക്ക് പിടി കിട്ടിയത്. ഇത്രയും സമയം എനിക്കത് മനസ്സിലായിട്ടില്ല. ഞാൻ വിഡ്ഢിയാണ്, സമ്മതിച്ച്. എന്ത് ചെയ്യാനാ? നിങ്ങളോടൊക്കെ എനിക്ക് ബഹുമാനവും സ്നേഹവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അതല്ല, മറിച്ചല്ലേ, വെറുപ്പല്ലേ എന്നോട്. ഒരു ശത്രുവിനെ പോലെയല്ലേ നിങ്ങളെല്ലാവരും കൂടെ എന്നെ കാണുന്നത്. അതെങ്കിലും ഞാനങ്ങ് ക്ഷമിച്ച്. സാരമില്ല. നിങ്ങളെല്ലാവരും കണ്ടോ, ഞാൻ പ്രസവിച്ചില്ല ഒരെണ്ണത്തിന്. 10 മാസം കൊണ്ടടന്ന് നൊന്ത് പ്രസവിച്ച എൻ്റെ കുട്ടി, ഈ തിരുള്, അതുപോലെ എന്നെ ശത്രുവായിട്ടാണ് കാണുന്നത്. ഇനി എന്തിനാ ഞാൻ ഈ ഭൂമീൻ്റെ മേലെ ജീവിക്കുന്നത്? ഇനി ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാർക്ക് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്? നിങ്ങളോടെല്ലാം ഈ ആട്ടലും തൊപ്പലും കേട്ടിട്ട് എന്ന് അമ്മ പറഞ്ഞു. അതിന് വല്യമ്മമ്മ ഒരു മറുപടി പറഞ്ഞ്, എടി മോളെ, നിന്നെ ആരാട്ടിന്ന് പറഞ്ഞ്? ആരാ തുപ്പിയത് നിന്നെ? ആരെങ്കിലും ഇവിടെ ആട്ടിയിട്ടും തുപ്പിയിട്ടും നിന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? അതിന് നീ അത് സമ്മതിക്കോ? അല്ല, നീ സമ്മതിച്ചാലും നിന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിൻ്റെ കെട്ടിയോൻ സമ്മതിക്കോ എന്ന് വല്യമ്മമ്മ പറഞ്ഞു. അതിന് അമ്മ ഒരു മറുപടി പറഞ്ഞ്, ആ കെട്ടിയോനെ എങ്ങനെയെങ്കിലും ഞാൻ ചത്ത് കിട്ടിയാൽ മതിയെന്നല്ലേ നിൽക്കുന്നത്? കെട്ടിയോൻ്റെ ഭാഗത്തല്ലേ നിങ്ങളൊക്കെ നിൽക്കുന്നത്? എൻ്റെ ഭാഗത്തുണ്ടോ നിങ്ങൾ നിൽക്കുന്നത്? ഇല്ലാലോ. ഞാൻ ഒറ്റയ്ക്കായില്ലേ, ഒരു ഏകനായില്ലേ. ഇനി എന്തെന്നാ പറയാനിരിക്കുന്നത്? എന്താന്ന് വെച്ചാൽ പറയ്, എല്ലാവരും കൂടെ പറയേ. അമ്മയ്ക്ക് ഇഷ്ടമല്ല, ആങ്ങളയ്ക്ക് ഇഷ്ടമല്ല, വലിയമ്മയ്ക്ക് ഇഷ്ടമല്ല, ചെറിയമ്മയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ എന്തിനാ ഞാനിങ്ങോട്ട്? അപ്പം നിങ്ങളെ മാത്രം ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്തിനാ? അല്ല, ഞാൻ അറിയാൻ വയ്യായിട്ട് ചോദിക്കുക. എന്നെ ആർക്കും വേണ്ട, ശരി. പിന്നെ നിങ്ങളെല്ലാം എനിക്കെന്തിനാ? ഞാൻ നിങ്ങളെ ഇന്ന് മുതൽ എല്ലാവരെയും ഉപേക്ഷിക്കുക. വേണ്ട, മതി. എനിക്ക് കുടുംബവുമില്ല, ബന്ധവുമില്ല, ഒന്നുമില്ല. ഞാൻ മാത്രം. ഭർത്താവും നിങ്ങളെ ഭാഗത്ത്, ആ കുഞ്ഞും നിങ്ങളെ ഭാഗത്ത്. പിന്നെ എനക്കാരുണ്ട്? സാരമില്ല. ഒരാൾക്ക് ഒരാൾ തുണ ഇരുന്നാൽ മാത്രമാണോ ജീവിക്കാൻ പറ്റും ഈ ലോകത്തിൽ?
ഞാൻ ജീവിക്കും. ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി തരാം. ഇന്ന് നിങ്ങൾ എന്നെ ഒരു പുഴു പോലെയല്ലേ കാണുന്നത് എന്ന് അമ്മ അങ്ങോട്ട് വെല്ലുവിളിച്ച്. അതിന് വലിയമ്മമ്മ പറഞ്ഞ്, എടി മോളെ, നീ ഇതാരോടാ ഈ വെല്ലുവിളിച്ച് നിൽക്കുന്നത്? അത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നിൻ്റെ കുടുംബമല്ലേ, നിന്നെ പ്രസവിച്ച അമ്മയും വലിയമ്മയും ചെറിയമ്മയും ആങ്ങളയും ഇവരോടാണോ നീ വെല്ലുവിളിക്കുന്നത്? എടീ, ഇങ്ങനെയല്ല ജീവിതം കൊണ്ടുപോകേണ്ടത്. ഞങ്ങളും നിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നതാ, അത് നീ മനസ്സിലാക്കണം. ഒരു കുടുംബത്തിൽ ഒരാൾ ഒരു വാക്ക് പറയുമ്പോൾ ഇനിയൊരാൾ താന്നു കൊടുക്കണം, വിട്ടുകൊടുക്കണം. എന്നാലാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലാണ്ട് ഇങ്ങനെയല്ല. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.